ഒരു രാജാവിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത്. ഓക്കെ, ഈ രാജാവ് ഒരിക്കൽ പന്ത് കളി കാണാൻ പോയി. അത് കുട്ടിക്കാലത്ത്, അതായത് രാജകുമാരനായിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് പന്ത് കളിക്കാനൊന്നും സമയം കിട്ടിയിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ രാജാവ് ആ കാലത്തൊക്കെ രാജ്യതന്ത്രങ്ങളൊക്കെ പഠിക്കുകയായിരുന്നു. ഓക്കെ, സാധാരണ കുട്ടികളെപ്പോലെ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിക്കാൻ അതിനോടൊപ്പം രാജ്യതന്ത്രങ്ങൾ, നയതന്ത്രങ്ങൾ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഈ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകാൻ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പകരം കൊട്ടാരത്തിൽ തന്നെ ഓരോ അധ്യാപകർ വരും, വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കും. അതിൽ പ്രധാനപ്പെട്ടത് തീർച്ചയായിട്ടും രാജ്യം എങ്ങനെ ഭരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇദ്ദേഹം വളരെ കേമനായിരുന്നു. പക്ഷേ കളികളെക്കുറിച്ച് ഇദ്ദേഹത്തിന് യാതൊരു പിടിയില്ലായിരുന്നു. പന്ത് കളി, ക്രിക്കറ്റ് കളി, ചീട്ടുകളി, അങ്ങനെ ഒരുപാട് കളികളുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും നമ്മുടെ രാജാവിനെ അറിയത്തില്ല. രാജകുമാരനായിരുന്നപ്പോൾ അതിനുള്ള ഒരു സംഭവം, ഒരു സാഹചര്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇയാൾ കുറേ കാലം കഴിഞ്ഞ് രാജാവ് മരിച്ചപ്പോൾ ഈ രാജകുമാരനായിരുന്ന നമ്മുടെ കഥാപാത്രമായ രാജാവായിട്ട് അധികാരമേറ്റു. അപ്പോൾ അങ്ങനെ ഒരിക്കൽ പന്ത് കളി കാണാൻ പോയി. അപ്പോൾ ഇങ്ങേർക്ക് പന്ത് കളിയെക്കുറിച്ച് ഒന്നും അറിയില്ല. അന്ന് ടി വിയും അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ രാജാവിൻ്റെ കൂടെ മന്ത്രിയുണ്ട് കളി കാണാൻ. മന്ത്രി എല്ലാ കളികളും പഠിച്ച മന്ത്രിയായിരുന്നു. അപ്പോൾ രാജാവ് ഇങ്ങനെ നോക്കിയപ്പോൾ 22 പേര്, 2 ടീമിലെയും ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു പന്തിന് വേണ്ടി കിടന്ന് ഓടി ഭയങ്കര വെട്ടിപ്പും തട്ടിപ്പും ഭയങ്കര ഫൗളും ആത്തും ഇത്തും ത്രോയും കോർണറും ഒക്കെ ഇട്ട് അടിച്ച് തകർക്കുകയാണ്. അപ്പോൾ രാജാവ് ചോദിച്ചു, ഈ ടോട്ടൽ ഞാൻ എണ്ണി 22 പേര് ഒരു പന്തിന് വേണ്ടി കിടന്ന് കളിക്കുകയാണ്, ഓടി ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ പന്തുകൾക്ക് ഇത്രയും ദാരിദ്ര്യവും, ഈ 22 പേർക്ക് ഓരോ പന്ത് കൊടുക്ക്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്സ്ഥിതിയെ പറ്റി മന്ത്രിക്കറിയാമല്ലോ, സമ്പന്നമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ഈ 22 പേർക്ക് 22 പന്ത് കൊടുക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിവില്ലേ? ഉടനെ മന്ത്രി പറഞ്ഞു, അങ്ങനല്ല, ഇത് കളിയാണ്, അങ്ങനല്ല കളി. 22 പേർക്കും പന്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കളിയില്ല. അന്നത്തെ രാജാവിനെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല സംഭവം. അപ്പോൾ ഈ രാജാവ് ചോദിച്ചു, പോട്ടെ, നിങ്ങളുടെ കളിയല്ലയോ, അങ്ങനെ ഒരു പന്ത് മതി. പക്ഷേ എൻ്റെ സംശയം ഇതാണ്, ഇവരെന്തിനാ ഈ പന്തിൽ ഇങ്ങനെ തട്ടി കളിക്കുന്നത്? ഉടനെ മന്ത്രി പറഞ്ഞു, അത് ഗോളടിക്കാൻ. രാജാവ് വീണ്ടും ചിന്തിച്ചെന്ന് പറഞ്ഞാൽ തല കുത്തി നിന്ന് ചിന്തിച്ചു. മന്ത്രിയുടെ ചോദിച്ചു, മന്ത്രി, നിങ്ങൾ പറഞ്ഞ ഗോളടിക്കാനാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്നത്, ശരി, പക്ഷെ എന്തിനാ ഗോളടിക്കുന്നത്? ഉടനെ മന്ത്രിക്ക് ക്ഷമ കെട്ടു. മന്ത്രി പറഞ്ഞ്, അത് ഗോളടിക്കുന്നത് ജയിക്കാൻ. ഓക്കെ, രാജാവ് പിന്നെ ആലോചിച്ച് അടുത്ത ചോദ്യമായിട്ട് ഇറങ്ങി. ഗോളടിക്കുന്നത് ജയിക്കാനാണ്, ശരി, അപ്പോൾ എന്തിനാ ജയിക്കുന്നത്? മന്ത്രിക്ക് യാതൊരു രക്ഷയില്ലാത്ത രീതിയിൽ അങ്ങ് ദേഷ്യം വരികയാണ്, ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങൾ കേട്ട്. അപ്പം ജയിക്കുന്നത് കപ്പ് നേടാൻ, സമ്മാനം നേടാൻ. നമ്മുടെ രാജാവ്
കുറച്ചും കൂടെ ആലോചിച്ചു. അടുത്ത ചോദ്യം ചോദിച്ചു, ഈ കപ്പ് നേടുന്ന എന്തിനാ, ജയിക്കുന്ന എന്തിനാ? നമ്മുടെ മന്ത്രിക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങളാണെങ്കിൽ ഉത്തരം കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം. കപ്പ് നേടി ജയിച്ച്, അപ്പം ടീമിൻ്റെ ആരാധകർ ജയ് ജയ് വിളിച്ച് എതിരേറ്റ് ഇവരെ പൊക്കിക്കൊണ്ട് നടക്കും. ഉടനെ രാജാവിൻ്റെ അടുത്ത ചോദ്യം, ഈ ആരവം മുഴക്കി ജയിച്ചു കഴിഞ്ഞാൽ ഈ ആരാധകർ എന്തിനാണ് ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? ഉടനെ മന്ത്രി പറഞ്ഞു, എൻ്റെ രാജാവേ, എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട, ഞാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. ഓ പ്ലീസ്, ദയവ് ചെയ്ത് ഇതുപോലൊരു മണ്ടൻ രാജാവിൻ്റെ കൂടെ ഞാൻ മന്ത്രിയായിട്ടിരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. അന്നേരം നമ്മുടെ മന്ത്രിസ്ഥാനം രാജിവെച്ച് മന്ത്രിയുടെ പാട്ടിന് പോയി. അപ്പോൾ എൻ്റെ ചോദ്യം നിങ്ങളോടാണ്. രാജാവ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മണ്ടൻ ചോദ്യങ്ങളാണെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ പുള്ളിയുടെ ചോദ്യത്തിന് ഒരു വ്യക്തമായ, നിയതമായ, വ്യതിരിക്തമായ, മെറ്റീരിയലായിട്ടുള്ള ഒരു കൺവിൻസിങ് ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ശരി, ഇവർ പന്ത് കളിക്കുന്നത് ഗോളടിക്കാൻ, ഓക്കെ, ഗോളടിക്കുന്നത് ജയിക്കാൻ, ജയിക്കുന്നത് കപ്പ് നേടാൻ, ഓക്കെ, കപ്പ് നേടിയിടുന്നത് ആരാധകർക്കെല്ലാം സന്തോഷമാകാനും ആരവം കൂട്ടി ആഹ്ലാദം പങ്കിടാനുമൊക്കെയാണ്. അപ്പോൾ രാജാവിൻ്റെ അവസാനത്തെ ചോദ്യത്തിന് മന്ത്രിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. എന്തിനാണ് ഈ ആരാധകർ ആരവം മുഴക്കുന്നത്? അപ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംഭവം നമുക്കും ഉത്തരം കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ അജ്ഞാതൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം മുമ്പിലോട്ടിട്ടിട്ട് ഞാനും പിൻവാങ്ങുകയാണ്. കപ്പ് നേടി ജയിച്ചതിന് ഈ ആരാധകർ എന്തിനാണ് ആരവം മുഴക്കുന്നത്? ജയിച്ചെന്നും പറഞ്ഞ് കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നത്, ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾ ദയവായി ശ്രമിക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ മറുപടി ഇടുക, ഉത്തരവിടുക. ഓക്കെ, ഞാൻ രാജാവിനെ അറിയിച്ചോളാം. ഓക്കെ, ഞാൻ എനിക്ക് വാട്സാപ്പ് ബന്ധമുണ്ട് നമ്മുടെ രാജാവുമായിട്ട്. ഓക്കെ, അപ്പോൾ നമസ്കാരം.